ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു നൈറ്റ് വ്ളോഗിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ആദ്യമായിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ ഒരു വ്ളോഗായിട്ട് വീഡിയോ ഇടുന്നത്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. വീഡിയോ കാണുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം നിങ്ങളിപ്പോൾ ഈ കാണുന്നത് ഞങ്ങളുടെ വീടിൻ്റെ മുകളിൽ നിന്ന് എടുത്തിട്ടുള്ള വ്യൂ ആണ് കേട്ടോ. ഇപ്പം ഞാനെടുത്ത ഷോർട്സിലൊക്കെ ഈ ഒരു വ്യൂ കാണുന്നുണ്ടാകും. നല്ലൊരു വ്യൂ ആണ് കേട്ടോ ഇവിടെ ഇരുന്നാൽ കിട്ടുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു നൈറ്റ് 7 മണിയോളം ആയിട്ടുണ്ടാകും കേട്ടോ. പുറത്തേക്ക് അത്യാവശ്യം നല്ലപോലെ മഴ പെയ്യുന്നുണ്ട്. ഇതാണ് കേട്ടോ ആഫ്രിക്കൻ മല്ലിയില. ഇത് നമ്മുടെ വീട്ടുമുറ്റത്ത് കുറേ മമ്മി ഇങ്ങനെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഈ ഇലയ്ക്ക് ഒരു പ്രത്യേക മണമാണ് കേട്ടോ. നമുക്ക് ബിരിയാണിയിലേക്ക് ഇടാം. അതുകൂടാതെ ഇന്ന് നമ്മൾ വെക്കാൻ പോകുന്നത് ഈ മല്ലിയില വെച്ചിട്ടുള്ള ഒരു രസമാണ്. ഇന്നാളൊരു പെണ്ണ് ഇത് ഏതാണ്ട് രോഗങ്ങൾക്ക് ഏതാണ്ടൊക്കെ ഇതിനൊക്കെ നല്ല ഇലയാണ്. അപ്പോൾ രസം വെക്കാനായിട്ട് കുറച്ച് പുളി ഒരു പാത്രത്തിലേക്ക് അമ്മി ഇടുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉപ്പും കൂടി ഇടുന്നുണ്ട്. അപ്പോൾ ഈ ഇല ആരുടെ വീട്ടിലെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പേര് അറിയെങ്കിൽ ഒന്ന് കമൻ്റ് ഇടണേ. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും ഒരു പിടി കുരുമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ രസത്തിന് ആവശ്യമായിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, കൊച്ചുള്ളി ഇതെല്ലാം കൂടെ ചതച്ചെടുക്കുന്നുണ്ട്. ഇവിടെ അരകല്ലി വെച്ചിട്ടാണ് കേട്ടോ ഇതൊക്കെ ചതച്ചിട്ടെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കറികൾക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, കൊച്ചുള്ളി, കുരുമുളക് ഇതെല്ലാം കൂടിയിട്ട് ചതച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ചതച്ചെടുക്കുമ്പോൾ തന്നെ നല്ല മണമാണ് കേട്ടോ. പിന്നെ നമ്മുടെ മെയിൻ താരമായ നമ്മുടെ ആഫ്രിക്കൻ മല്ലിയില, എല്ലായിടത്തും എന്ത് പേരാണ് പറയുന്നത് എനിക്ക് അറിയത്തില്ല. ആ ഇലയും കൂടെ ഒന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മസാലപ്പൊടികളൊക്കെ ഒന്ന് എടുക്കുന്നുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി ഈ പൊടികളാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഈ രസം തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു കട്ട കായമാണ് ഇട്ട് കൊടുക്കുന്നത്. കായം ഇട്ട് ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. കായപ്പൊടി ഇടുന്നതിനേക്കാളും ടേസ്റ്റാണ് കേട്ടോ ഈ കായം ഇട്ടിട്ട് രസം വെക്കുന്നത്. കായം ഈ എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് നന്നായിട്ടൊന്ന് വലുതായി വരും കേട്ടോ. ആ സമയത്ത് നമുക്ക് കടുകിട്ട് കൊടുക്കണം. കടുകിട്ട് കൊടുത്താൽ ഉടനെ തന്നെ നമ്മുടെ ഈ കായം ഒന്ന് എടുത്ത് മാറ്റണം കേട്ടോ. കായം ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ തന്നെ എടുത്ത് മാറ്റണം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കായം അങ്ങ് കരിഞ്ഞു പോകും. കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ രസത്തിനൊരു കയ്പരസം വരും. അതുകൊണ്ട് തന്നെ കായം മൊരിഞ്ഞ് വന്ന് ആ ഒരു സമയത്ത് തന്നെ അത് എടുത്ത് കോരി മാറ്റി വെക്കണം. അപ്പം നമ്മുടെ ചതച്ച ഐറ്റമൊക്കെ എണ്ണയിലോട്ട് ഇട്ടിട്ടുണ്ട്. അതൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വരുന്ന നല്ലൊരു മണം വരുന്നുണ്ട്. ആ സമയത്ത് വേണം നമ്മുടെ ഉപ്പും പുളിയും ഒക്കെ നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് വെക്കാനായിട്ട്. എല്ലാത്തിനും ഏറ്റവും നല്ല ഒരു ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ തിരിച്ചിനകത്ത് ചെറിയ വകകളുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 2 വറ്റൽമുളക് കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം. എരിവില്ലാത്ത പിരിമുളകിൻ്റെ വറ്റൽമുളകാണ് എടുത്തിട്ടുള്ളത്. ഈ രസം മാത്രം മതി കേട്ടോ ചോറുണ്ടിട്ട്. അടിപൊളി നല്ല ടേസ്റ്റുള്ള രസമാണ്. പിന്നെ നമ്മുടെ മസാല കൂട്ടുകളെല്ലാം ചേരുന്നുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക് ഇതെല്ലാം നമ്മുടെ വയറിന് നല്ലതാണ്. ഇനിയിപ്പോൾ ഈ പനി, തൊണ്ടവേദന അങ്ങനെയൊക്കെ വരുന്ന സമയത്തൊക്കെ കഴിക്കാൻ ഈ രസം കഴിക്കുകയാണെങ്കിൽ നല്ലൊരു ആശ്വാസം കിട്ടും കേട്ടോ. അത്രയ്ക്ക് നല്ലൊരു ഔഷധ ഗുണമുള്ളൊരു കറിയാണിത്. അപ്പം നമ്മുടെ മല്ലിയില, മെയിൻ താരമായ മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ആഫ്രിക്കൻ മല്ലിയില. ഇനിയിപ്പോൾ സാധാ മല്ലിയില കയ്യിലുണ്ടെങ്കിൽ അത് മതി കേട്ടോ. മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും നല്ല മണമാണ് കേട്ടോ വരുന്നത്. ഇനി ഇതിലേക്ക് നമ്മുടെ പുളിയും ഉപ്പും കൂടെ പിഴിഞ്ഞ് വെച്ച് വെള്ളവും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരുന്ന കായം കൂടി ഇട്ട് കൊടുത്തു. ഇനി രസത്തിന് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി ചെയ്യാൻ പോകുന്നത് ഇതെല്ലാം കൂടെ കൈകൊണ്ട് തന്നെ ഒന്ന് നല്ലപോലെ യോജിപ്പിച്ചെടുക്കുകയാണ് കേട്ടോ.
അത്യാവശ്യം ചൂട് കാണും. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ഒന്ന് വെള്ളത്തിൻ്റെ ചൂടൊക്കെ നോക്കിയതിന് ശേഷം കൈ അതിൻ്റെ ഇട്ടിട്ട് മുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ചിലപ്പോൾ കൈ പൊള്ളിപ്പോകും. ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള അമ്മമാർക്കൊന്നും കുഴപ്പമില്ല കേട്ടോ. ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മുടെ രസമൊക്കെ ഇങ്ങനെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിത് വാങ്ങി വെക്കാം. ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെച്ചു. ആരെങ്കിലും ഈ രീതിയിൽ രസം ഒന്ന് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. സൂപ്പറാണ്, അടിപൊളിയാണ് കഴിക്കാനായിട്ട്. വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. വളരെയധികം ഹെൽത്തിയുമാണ്. അപ്പോൾ നമ്മുടെ ഡിന്നർ സ്പെഷ്യൽ കറി ഇന്നത്തെ ഇതായിരുന്നു. അപ്പോൾ നമ്മൾ കുഞ്ഞൂസ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് സൂപ്പറാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കറിയൊക്കെ കൂട്ടിയിട്ട് രസമൊക്കെ കൂട്ടിയിട്ട് ചോറ് ഇരിക്കാൻ പോവാണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരും വരെ ബൈ.